ചിന്തകളാണ് എല്ലാത്തിനെയും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതിനെ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതിന് റിലീജിയനെ കൊണ്ടു നടക്കുന്ന രണ്ട് ആൾക്കാരെ ലോകത്തുള്ളൂ. ഒന്ന് ഓൾറെഡി ഫേമസ് ആയിട്ട് പൊസിഷനിൽ എത്തിയ ആൾക്കാർ, രണ്ടാമത്തേത് ജീവിതത്തിൽ എവിടെയും എത്താതെ ലൂസേഴ്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഇതിൽ ഫേമസ് ആയ ആൾക്കാർ എന്തൊക്കെ ചെയ്ത് അവിടെ എത്തിയെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ക്യാമറയുടെ മുമ്പിൽ പലതും പറയും, പക്ഷെ അവരുടെ പാസ്റ്റ് എത്രത്തോളം ഇരുണ്ടതാണെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ വി കാൺ ട്രസ്റ്റ് ദം. രണ്ടാമത്തെ ലൂസേഴ്സ് കാറ്റഗറി, അവർക്കൊരിക്കലും ജീവിതം തോറ്റുകൊണ്ടിരിക്കുകയാണ്, ലൈഫിൽ എപ്പോഴും ഒരു ഫെയിലിയർ ആണെന്ന് സ്വയം വിശ്വസിക്കാനോ സ്വയം അക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറല്ല. അത്രത്തോളം ഈഗോ. അപ്പോൾ അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ഐ ആം പോസിറ്റീവ്, ഐ ആം ഹാപ്പി, താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് അഫർമേഷൻ്റെ ഒരു കോമൺ യൂസ് കേസ് സിനാറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ മിത്ത് ബേസ്റ്റ് ചെയ്യാണ്. തോട്ട്സ് അല്ല റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, പകരം എന്ത്? അതിൻ്റെ ആൻസറും വീഡിയോയിലുണ്ട്. കഴിയുന്നതും സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. തോട്ട്സ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പല ആംഗിളിൽ അതിനെ സമീപിക്കാൻ സാധിക്കും. സ്പിരിച്വലി നമുക്ക് നോക്കണ്ട, പകരം മെഡിക്കലി നോക്കാം. സയൻറ്റിഫിക്കലി എന്താണ് തോട്ട്സ്? ഡോക്ടേഴ്സിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൽ ഉണ്ടാവുന്ന വൈദ്യുതി തരംഗങ്ങൾ, ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഇതാണ് തോട്ട്സ് എന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ ഒരു സ്കാനിങ്, ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. മോഡേൺ സ്കാനിങ് വെച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ ഒരുപാട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് സഞ്ചരിക്കുന്നത് ലൈവായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിക്കില്ലേ, അതേപോലെ ഒരുപാട് ഉള്ളിലിങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു വിഷ്വൽസാണ് ബ്രെയിൻ സ്കാനിൽ കാണാൻ സാധിക്കുക. ലൈവായിട്ട് ബ്രെയിൻ ഒരുപാട് ഇത്തരം ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ചിന്തകൾ എന്ന് പറയുന്നത്. ന്യൂറോൺസ്, ദ ബേസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇതാണ് തോട്ട്സ്. നൗ ഇത് നമ്മൾക്കുള്ള ഒരു ഡിഫോൾട്ട് സിദ്ധിയാണോ, അതായത് ഡിഫോൾട്ട് പവറാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആദിമ മനുഷ്യൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാം, അന്നത്തെ കാലത്തേക്ക് പോവാം. മനുഷ്യവർഗം ആരംഭിച്ച ഒരു ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവാണ്. എല്ലാ ആനിമൽസിനും ഉള്ള പോലത്തെയുള്ള കപ്പാസിറ്റിയെ നമ്മൾക്കുള്ളൂ. പിന്നീട് ചുറ്റുപാട് നമ്മളെ ഫോഴ്സ് ചെയ്തു. ഭക്ഷണത്തിൻ്റെ കുറവ്, ചുറ്റുപാടുള്ള പല ഈ പ്രകൃതി കാരണമുള്ള വെല്ലുവിളികൾ, എക്സ്റ്റിൻഷൻ ഡേഞ്ചർ, വംശനാശം സംഭവിക്കാനുള്ള സാധ്യതകൾ, പലതരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എവല്യൂഷൻ ഹിസ്റ്ററി എടുത്താൽ മനസ്സിലാവും, ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ശരീരം അഡാപ്റ്റ് ചെയ്തു. ഇതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം, ഈ എല്ലിൻ്റെ ഘടന, അത് അഡാപ്റ്റ് ചെയ്തു. അത് അഡാപ്റ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി തലച്ചോറും അഡാപ്റ്റായി. അങ്ങനെയാണ് തലച്ചോറിന് ഇത്രയും കോംപ്ലക്സ് ആയ ഒരു പാറ്റേൺ ലഭിക്കുന്നത്. അന്ന് മുതലാണ് മനുഷ്യന് കോംപ്ലക്സ് ആയി ചിന്തിക്കാൻ പറ്റുന്നത്. അന്നാണ് പലതരം നമ്മൾ ഈ വെപ്പൺസ് കണ്ടുപിടിക്കുന്നത്, പലതരം അഗ്രികൾച്ചറിൻ്റെ പല വശങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഈ കമ്മ്യൂണിറ്റി എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നുള്ള സംഭവം അവർക്ക് ആദ്യമായി വരുന്നത് ഈ ഡെവലപ്മെൻറ്റിന് ശേഷമാണ്. അതായത് സിറ്റുവേഷനാണ് ഈ ഒരു റിയാലിറ്റി മാനിഫെസ്റ്റ് ആവാൻ കാരണമായത്, അല്ലേ? അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യമ മനുഷ്യനിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, താങ്ക് യു യൂണിവേഴ്സ്, അവർ പറഞ്ഞിട്ടുണ്ടാകുമോ? ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി അവർക്ക് ചുറ്റുമുള്ള സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് ആൻഡ് ഈവൻ നമ്മൾക്ക് പ്രകൃതി എന്ന് തന്നെ പറയാം, ആ ഒരു ശക്തി അവരെ പ്രഷർ ചെയ്തു, അവരെ ഫോഴ്സ് ചെയ്തു. അവർക്ക് പിന്നെ വേറെ ഒരു വഴിയുമില്ല, വളരണം, അഡാപ്റ്റ് ചെയ്യണം, ട്രാൻസ്ഫോം ആവണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇവോൾവ് ആവണം, എവല്യൂഷൻ സംഭവിച്ചിരിക്കണം. വേറൊരു വഴിയുമില്ല. ഫൈനലി അവരവിടെ എത്തുകയും ചെയ്തു. നൗ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹൗ റിയാലിറ്റി മാനിഫെസ്റ്റ് എന്നുള്ള ചോദ്യത്തിനുള്ള സിംഗിൾ ആൻസറാണിത്. സിറ്റുവേഷൻ, ചുറ്റുപാട്, അതിലൂടെ വരുന്ന പ്രഷർ, അതാണ് ഒരു വ്യക്തിയുടെ റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതിനി കോംപ്ലക്സ് ആയി തോന്നുകയാണെങ്കിൽ ഞാൻ ഇനിയും സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ട്രോമാറ്റിക് ഫാമിലിയിൽ വളർന്ന കുട്ടികൾ, ദെൻ ട്രോമയൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് ജനിച്ച് വളർന്ന കുട്ടികൾ, ഈ രണ്ട് പേരുടെ റിയാലിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും, ശരിയല്ലേ? ആൻഡ് അവർക്ക് ആ റിയാലിറ്റി മാനിഫെസ്റ്റ് ആവാനുള്ള റീസൺ അവരിരുന്ന് ചിന്തിച്ചത് കൊണ്ടാണോ? ഇപ്പോൾ ട്രോമ ഫേസ് ചെയ്യുന്ന കുട്ടികൾ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നേ ആലോചിക്കുള്ളൂ. ഒരിക്കലും അവർ ചിന്തിച്ചുണ്ടാക്കിയതല്ല ട്രോമ. അൺഫോർച്ചുനേറ്റ്ലി അവരത് ഫേസ് ചെയ്യണം. ആൻഡ് ആ ട്രോമ കാരണം അവരുടെ മനസ്സും അവരുടെ ഇമോഷൻസും അറിയാതെ വീക്ക് സ്പോട്ടിലെത്തും. അവർക്ക് ലൈഫ് ഫേസ് ചെയ്യാൻ പറ്റില്ല. അവർ ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ വീക്കായിരിക്കും. ആൻഡ് അവരെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരാൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ജയിക്കാൻ പറ്റും. ബട്ട് അല്ലാത്ത സമയത്ത് അവർ വീക്കായിരിക്കും. ഇനി അതേസമയം ഹാപ്പി ഫാമിലി ജനിച്ച് വളർന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫാർ ബെറ്റർ ആയിരിക്കും.
അവർക്ക് അത്തരം വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നൗ ഇവിടെ എന്താണ് ഈ രണ്ട് കൂട്ടരുടെയും റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്തത്? സിറ്റുവേഷൻ. അവരിരുന്ന ആ ഒരു സാഹചര്യം. ഈ രണ്ട് കൂട്ടരും ഇരുന്ന് ചിന്തിച്ചിട്ടില്ല എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിങ്ങനെ ജീവിക്കണം. ഒരിക്കലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുട്ടി എനിക്ക് ഇനിയും കഷ്ടപ്പാട് വേണമെന്ന് ആലോചിക്കില്ല, രക്ഷപ്പെടണമെന്നേ ആലോചിക്കുള്ളൂ. അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയില്ല എനിക്ക് കഷ്ടപ്പെടണം. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെയാണ് അവർക്ക് ആ എവല്യൂഷൻ സംഭവിക്കാനുള്ള പ്രഷർ കിട്ടുന്നത്. അത് പ്രകാരം മാത്രമേ ഒരു മനുഷ്യന് ഇവോൾവ് ആവാൻ സാധിക്കൂ. എവല്യൂഷൻ ഈക്വൽ ടു മാനിഫെസ്റ്റിംഗ് റിയാലിറ്റി. ദാറ്റ്സ് ഓൾ. ഇന്ന് നിങ്ങൾക്കുള്ള കപ്പാസിറ്റിയെക്കാളും കൂടുതൽ കപ്പാസിറ്റിയിൽ ഡെവലപ്പ് ആവുക, കൂടുതൽ കപ്പാസിറ്റിയിൽ വളരുക, ഇന്നത്തെ കാലം കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫോടെ ജീവിക്കുക. അതാണ് എവല്യൂഷൻ. അതിനുള്ള ഒരേയൊരു ആൻസർ സിറ്റുവേഷൻ. നിങ്ങൾക്കുള്ള ചുറ്റുപാട് അതിൻ്റെ ഫോഴ്സിംഗ് ആണ്. നമ്മൾക്ക് യൂണിവേഴ്സിനെ കൊണ്ട് ആ സിറ്റുവേഷൻ കൊണ്ടുവരാൻ റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ചിന്തിച്ചുകൊണ്ട് ഒരു അലാദിനും അത്ഭുത വിളക്കും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ക്ലിയർ? നൗ എങ്ങനെ നമ്മൾക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും? എങ്ങനെയാണ് ഈ ഒരു എവല്യൂഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത്? ഇതിനിട്ട പേരാണ് ലോ ഓഫ് എവല്യൂഷൻ. ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്വന്തമായിട്ട് പേരിടുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്, സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ എ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വളരണം, കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് ലഭിക്കണം. സോ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് പോകണം, ബിയിൽ നിന്ന് സിയിലേക്ക് പോകണം, അവിടെ നിന്ന് ഡിയിലേക്ക് പോകണം. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എവല്യൂഷൻ. നിങ്ങൾക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ ബിയിലുണ്ടാവും, ചിലപ്പോൾ സിയിലുണ്ടാവും, ചിലപ്പോൾ ഡിയിലുണ്ടാവും, നമുക്കറിയില്ല. പക്ഷേ ഇവല്യൂഷൻ സംഭവിക്കണം. എന്ത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലും ഈ റിയാലിറ്റിയെക്കാളും കറണ്ട് റിയാലിറ്റിനേക്കാളും കൂടുതൽ ക്വാളിറ്റി ഉള്ള അടുത്ത റിയാലിറ്റിയിലേക്ക് നിങ്ങൾ പോയിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് മാനിഫെസ്റ്റേഷൻ. ഇതെങ്ങനെയാണ് സാധ്യമാകുക? നമ്മൾ ഇത്ര നേരം ഡിസ്ക്രൈബ് ചെയ്ത പോലെ, നമ്മൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ സിറ്റുവേഷൻ, നിങ്ങളെ എയിൽ നിന്നും ബിയിലേക്ക് പുഷ് ചെയ്യുന്ന, എവല്യൂഷനിലേക്ക് നയിക്കുന്ന സിറ്റുവേഷൻസ് അതനുസരിച്ച് ലൈഫിൽ വന്നിരിക്കണം. ഇത് മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഈവൻ നമ്മളിവിടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, കോഴ്സ്, മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെ ആ ഒരു ഡ്രീമിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളാണ്. നിങ്ങളെ അത് ഫോഴ്സ് ചെയ്തിരിക്കും. കറണ്ട് ലെവൽ നിങ്ങൾ സമ്പാദിക്കുന്നത് 30K ആണെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയിട്ട് എവിടെ എത്തണം? 70K, 1 lakh പോകണമെന്ന് വിചാരിക്കുക. ഒരിക്കലും കറണ്ട് റിയാലിറ്റിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? പെട്ടെന്ന് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരികയാണ്, ചിലപ്പോൾ ജോബ് കയ്യിൽ നിന്ന് പോകും, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ജോബ് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ വിചാരിക്കുക. ഇതിനർത്ഥം എന്തോ നഷ്ടപ്പെട്ടു എന്നല്ല. നിങ്ങൾക്ക് സമ്പാദിക്കണം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതിനർത്ഥം നിങ്ങളെ യൂണിവേഴ്സിറ്റി ശിക്ഷിക്കുന്നു എന്നല്ല. പകരം ഇവിടെ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ 30,000 എന്ന് പറഞ്ഞ ഒരു സേഫ് സോണിൽ അവിടെ തന്നെ ഇരിക്കും, മാറാതെ അനങ്ങാതെ അവിടെ തന്നെ നിങ്ങൾക്ക് പെർമനൻ്റ്ലി ഇരിക്കാം. അല്ലെങ്കിൽ അതിനെ മുഴുവനായിട്ടും ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് 1 lakh വരെ തരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മെത്തേഡ്സ് യൂസ് ചെയ്തോളൂ, പക്ഷെ അവിടെ നിന്ന് വർക്കും കൂടെ ചെയ്യണം. ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്ന 2 ഓപ്ഷൻസ്. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും എന്തൊക്കെ എനിക്ക് വലിയ വെൽത്ത് വേണം എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും സേഫായിട്ടുള്ള ആ ഒരു മെത്തേഡ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ഇപ്പം എനിക്ക് 30,000 ഉണ്ട്, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. അതിനർത്ഥം ജോലിയൊക്കെ ഉപേക്ഷിച്ച് യൂണിവേഴ്സിനടുത്ത് കെഞ്ചു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നാച്ചുറലി അത് സംഭവിക്കണം, അതാ പറയുന്നത്. നാച്ചുറലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, ഓക്കെ ഇവിടെ ഞാൻ നോ എന്ന് പറഞ്ഞാൽ 30 തന്നെ നിൽക്കും. പക്ഷേ എസ് എന്ന് പറഞ്ഞ് ഇതിനേക്ക് ഉപേക്ഷിച്ച് ഒരു പുതിയ ചലഞ്ച് ഏറ്റെടുത്ത്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ സിറ്റുവേഷനിൽ എന്നെ കൊണ്ടിട്ട് ആ എവല്യൂഷൻ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ 30,000 ഒക്കെ പിന്നെ എനിക്ക് ഒന്നുമല്ലാതെ വലിയൊരു ഇൻകം ലെവലിലേക്ക് ഞാൻ ഗ്രോ ആവും. ഇങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ആവുന്നത്. ഇങ്ങനെയാണ് റിയാലിറ്റി മാനിഫെസ്റ്റ് ആവുന്നത്. ഇതാണ് പച്ചയായ സത്യം. ഇതാണ് ലൈഫ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വലിയ അറിവോ 10,000 15,000 രൂപേൻ്റെ മാനിഫെസ്റ്റേഷൻ തിയറി ക്ലാസ്സോ ആവശ്യമില്ല. ഇത് കോമൺ സെൻസ് ആണ്. സിറ്റുവേഷൻസ് ആണ്, സാഹചര്യങ്ങളാണ് വലിയ വലിയ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അഫർമേഷൻ്റെ ഒരു 1000 ലിസ്റ്റ് അല്ല. പച്ചയായ സത്യം. യെസ്, സോ ദിസ് ഈസ് ദ ഓൺലി വേ. സോ എവറി ടൈം നിങ്ങളൊരു കാര്യം യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക, ഇപ്പം നിങ്ങളിരിക്കുന്ന സന്ദർഭം മാറാം.
നിങ്ങൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നോ ഒന്നും പറയില്ല സാഹചര്യം നോക്കിയിട്ട്. പക്ഷേ അതിനുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതിനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് സക്സസ്ഫുൾ ആക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മേലെ ഇരിക്കുന്ന ദൈവമോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി മടിയിൽ കൊണ്ടിട്ട് തരില്ല. ആൻഡ് സത്യത്തിൽ എത്രയോ പേര് ഇത് സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്യുന്നു, യൂണിവേഴ്സ് അങ്ങനത്തെ ഒരു സാഹചര്യം തരുന്നു. പക്ഷെ അവരെന്താ ചെയ്യുക ചോദിച്ചാൽ ഈ ചെറിയ കുട്ടികൾ കരയുന്ന പോലെ കിടന്ന് കരയും. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ പാരൻറ്റിങ് കിട്ടിയില്ല എന്ന് പറയും. അതായത് എഗെയിൻ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യല്ല, ഉള്ളതുപോലെ പറയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഓരോ പ്രാവശ്യം, ഞാൻ കുറച്ച് ഡീപ്പായി പോവാണ്, നിങ്ങൾക്ക് ആർക്കും ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ വീഡിയോ കട്ട് ചെയ്തോളൂ. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോയി വീണു എന്ന് വിചാരിക്കുക, നമ്മൾ ചില മിസ്റ്റേക്സ് വരുത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ചലഞ്ച് ഫേസ് ചെയ്തു എന്ന് വിചാരിക്കുക. പല പാരൻസിനും എസ്പെഷ്യലി ഇന്നത്തെ കാലത്തൊരു ഹാബിറ്റ് ഉണ്ട്, കുട്ടികളെ പോയി രക്ഷിക്കും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, കുട്ടി കരയണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോയി രക്ഷിക്കും. ചെറുതായിട്ടൊന്ന് തട്ടി വീണു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ അവർ തോറ്റു ആൻഡ് അവർ കരയുന്നുണ്ടാവും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. മിക്ക പാരൻസും അയ്യോ എനിക്ക് എൻ്റെ കുട്ടി കരയുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ റിവാർഡ് സിസ്റ്റം കൊടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ സമാധാനിപ്പിക്കും. ഒരു കുട്ടിയെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡൾട്ട് എത്തിയാലും അങ്ങനെ തന്നെയാണ് ജീവിക്കുക. അവരെപ്പോഴും യൂണിവേഴ്സ് അവരെ താലോലിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവരെ എപ്പോഴും ചെറിയ കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാതെ വിശ്വസിക്കും, സബ് കോൺഷ്യസ്ലി. ആരെങ്കിലും എന്തെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞാൽ അവർക്കത് താങ്ങാൻ സാധിക്കില്ല. പിന്നെയാണോ ലൈഫ് അവർ ഫേസ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ മാനിഫെസ്റ്റേഷൻ ഈസ് വർക്കിംഗ്. നിങ്ങൾ ചോദിച്ച കാര്യം യൂണിവേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അവസരം നൽകുന്നുണ്ട്. പക്ഷെ എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കുള്ള ആ ഒരു ഡെപ്ത് പോലെ ഇരിക്കും. നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ലൈഫിനെ ഓപ്പണായിട്ട് സമീപിച്ച് പോകാൻ സാധിക്കും. അതോ നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കണോ, കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ? ഇറ്റ്സ് അപ് ടു യു. ഇതാണ് റിയാലിറ്റി. ഈ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ ഭയമുള്ളവരാണ് യൂഷ്വലി ഈ ലോ ഓഫ് അട്രാക്ഷൻ, അഫർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെന്താ പറയുന്നത്, നിങ്ങളൊരു ഇത്ര രൂപ തരൂ, നിങ്ങൾക്ക് എല്ലാ ദിവസവും അഫർമേഷൻ അയച്ചു തരും, അത് നിങ്ങൾ ഡെയിലി ചൊല്ലിയാൽ മതി, ഡെയിലി പറഞ്ഞാൽ മതി, നിങ്ങൾക്കെല്ലാം നിങ്ങളെ തേടി വരും. ആ കോച്ചും ഒരു ക്രൈ ബേബിയാണ്, ഇത് വാങ്ങിക്കുന്ന ആൾക്കാരും ക്രൈ ബേബിയാണ്. നിങ്ങൾ അറിയാതെ വാങ്ങിച്ചു പോട്ടെ, അറിയാണ് നിങ്ങൾക്ക് പണിയെടുക്കണം, പക്ഷേ കുഴപ്പമില്ല, ഞാനിവിടെ പൈസ കൊടുക്കും, എനിക്ക് മാനിഫെസ്റ്റ് ആവും. ദാറ്റ്സ് ഹൗ പീപ്പിൾ വർക്ക്. അപ്പോൾ അങ്ങനെ വർക്കാവില്ല. നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞ പോലെ ലോ ഓഫ് എവല്യൂഷൻ എന്നുള്ളത് പ്രകൃതി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂണിവേഴ്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിറ്റുവേഷൻസ് അതിനെ മാച്ച് ചെയ്യുന്ന പോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഫൈനൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ മടിയിൽ കൊണ്ടിരുത്താനൊന്നും ആരും നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ചിലർക്കൊക്കെ ട്രിഗർ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിലാണ്. ശരിക്കും എന്താണ് മാനിഫെസ്റ്റേഷൻ, അതെങ്ങനെയാണ് വർക്കാവുന്നത്, അത് മാത്രമേ ഡെലിവറി ഉള്ളൂ. ഒരിക്കലും ഈ വീക്കായിട്ടുള്ള മൈൻഡുകളെ, വീക്കായിട്ടുള്ള ഇമോഷൻസിനെ, അല്ലെങ്കിൽ ഒരു തിയറി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല. റിയാലിറ്റി വേണമെങ്കിൽ ഇവിടെ നിന്നോളൂ, അല്ലെങ്കിൽ യു ക്യാൻ ലീവ്.